വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും ശക്തമായ ഒരു ചെറുകഥയാണ് ഒരു മനുഷ്യൻ. ആ കഥ ഇങ്ങനെയാണ്. ആ കഥ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തുന്നു. ഏത് വിധേനയും കാശ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ പോക്കറ്റടിയും ക്രൂരതകളും കാപട്യങ്ങളൊക്കെ കാണിച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനങ്ങളടങ്ങുന്ന ഒരു ഗ്രാമം. അവിടെ നമ്മുടെ കഥാനായകൻ എത്തിപ്പെടുകയാണ്. ഒരു ദിവസം നമ്മുടെ നായകൻ ആ ഗ്രാമത്തിലെ ഒരു റെസ്റ്റോറന്റിൽ പോയി. നല്ല വേഷം അണിഞ്ഞാ പോകുന്നേ, പുത്തൻ കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞ് ഈ മനുഷ്യൻ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷിച്ചു. ഭക്ഷിച്ചതിന് ശേഷം വെയിറ്റർ ബില്ല് കൊണ്ടു കൊടുത്തു. ബില്ല് നോക്കി അദ്ദേഹം എന്നിട്ട് തന്റെ കൈ കീശയിലേക്ക് ഇട്ടു. കീശയിൽ പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സ് കാണാനില്ല. പേഴ്സ് ഉണ്ടായിരുന്നതാണ് ആരോ മോഷ്ടിച്ചിരിക്കുന്നു. വെയിറ്ററെ വിളിച്ചിട്ട് കഥാനായകൻ പറഞ്ഞു, എന്റെ പേഴ്സ് മോഷണം പോയിരിക്കുക. വെയിറ്റർ ഒന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ തന്ത്രമൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, എന്തായാലും കാശ് വെച്ചിട്ട് പോയാൽ മതി. എത്ര തന്നെ നായകൻ നിരപരാധിത്വം പറയാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. വെയിറ്റർ അത് കേൾക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല. അവസാനം ഒരു പോംവഴിയിലെത്തി. താൻ ഇട്ടിരിക്കുന്ന കോട്ടും സൂട്ടൊക്കെ ഊരി വെക്ക്, പോയി കാശ് കൊണ്ടുവാ, എന്നിട്ട് കാശ് കൊണ്ടുവരുമ്പോൾ ഇത് നിനക്ക് തിരിച്ചു തരാം. സ്നേഹിതരെ, അദ്ദേഹത്തിന്റെ കോട്ടൂരി, പേൻസൂരി, ബൂട്ടൂരി അർത്ഥനഗ്നനായി. തുടർന്ന് വെയിറ്ററുടെയും അവിടെ ഇരിക്കുന്ന മനുഷ്യരുടെയും ശ്രമം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ പൂർണ്ണ നഗ്നനാക്കണം. അങ്ങനെ സമൂഹത്തിന്റെ മുൻപിൽ ഒരു ഇളിഭ്യനായി ഈ മാന്യനായ കഥാനായകൻ നിൽക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം. അയാൾ എത്ര കാശാ തരാനുള്ളത്? നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി. നല്ല നീല കണ്ണുകളുള്ള, നല്ല ഉയരമുള്ള, നല്ല മാന്യമായ വേഷം ധരിച്ച ഒരു മനുഷ്യൻ. വെയിറ്ററോട് ചോദിച്ചു, അദ്ദേഹം എത്രയാ തരാനുള്ളത്? ആ കാശ് കൊടുത്ത് അദ്ദേഹത്തെ ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. നന്ദി പറഞ്ഞു കേട്ടോ. കാരണം സമൂഹത്തിന്റെ മുൻപിൽ ഇളിഭ്യനായി പോകേണ്ട സമയത്ത് തന്നെ രക്ഷിച്ച, തന്നെ സഹായിച്ച ആ മനുഷ്യനോട് നന്ദി പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേരില്ല. രണ്ടുപേരും ഒരുമിച്ച് കുറച്ചു ദൂരം കൂടെ നടന്നു. എന്നിട്ട് ഈ മനുഷ്യൻ സഹായിച്ചില്ലേ, സഹായിച്ച മനുഷ്യൻ തന്റെ പോക്കറ്റിൽ നിന്ന് 5 പേഴ്സ് തിരിച്ചെടുത്തിട്ട് ചോദിച്ചു, ഇതിലേതാ നിന്റെ പേഴ്സ്? സ്വന്തം പേഴ്സ് കാണിച്ചു കൊടുത്തു. നായകന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ പേഴ്സ് തിരിച്ചു കൊടുത്തു. തുറന്നു നോക്കിയപ്പോൾ ഒരു കാശ് പോലും എടുത്തിട്ടില്ല. ആരോടും പറയണ്ട, പൊയ്ക്കോന്ന് പറഞ്ഞു. കഥ അവിടെ അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ 2 സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദേവന്റെയും അസുരന്റെയും. മോഷ്ടിച്ചതും ഒരാൾ തന്നെ, സഹായിച്ചതും ഒരാൾ തന്നെ, അത് തിരിച്ചു നൽകിയതും ഒരാൾ തന്നെ. ഒരു മനുഷ്യനിൽ 2 സ്വഭാവം. ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു അസുരനായി മാറും. ഞാൻ മറ്റുള്ളവരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ദേവന് തുല്യനായി മാറും. അതായത് സമൂഹത്തിൽ രോഗസൗഖ്യം നൽകുന്നതും മനുഷ്യനാണ്, രോഗിയാക്കി സമൂഹത്തെ മാറ്റുന്നതും മനുഷ്യനാണ്. അസുരന്റെ സ്വഭാവം മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അവൻ സമൂഹത്തിൽ രോഗത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നു. ദേവന്റെ സ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അവൻ സമൂഹത്തിൽ രോഗശാന്തി വരുത്തുന്നു. ഇറാൻ അമേരിക്കൻ ഓതറായ അസർ നഫ്സി എന്ന് പറയുന്ന
ആ വ്യക്തിയുടെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഹീലിംഗ് വുഡ് ബി ടു വൈപ്പ് ഔട്ട് ദ പാസ്റ്റ്. ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് ഭൂതകാലത്തെ തുടച്ചു നീക്കുന്നതാണ്. കഴിഞ്ഞ കാലത്തെ തുടച്ചു നീക്കുന്നതാണ് ഏറ്റവും വലിയ സൗഖ്യം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷെ നിർഭാഗ്യകരം, ദ പാസ്റ്റ് ഈസ് വാട്ട് മേക്ക് അസ് ഹൂ വി ആർ. കഴിഞ്ഞ കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ ആരെന്ന് ഇന്നും നിർണയിക്കപ്പെടുന്നത്. എന്താണ് രോഗസൗഖ്യം എന്ന് ചോദിച്ചാൽ ഭൂതകാലത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുക. ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ. COVID-19 ഈ അടുത്ത സമയത്ത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്ന ഒരു രോഗമാണ്. അതിന്റെ സിംറ്റംസുകൾ നമുക്കറിയാം. പനി വരും, ശ്വാസതടസ്സം ഉണ്ടാകും, മാത്രമല്ല നമുക്ക് മണം, ഗന്ധം ഒന്നും നമ്മളെ സ്പർശിക്കാതെ പോകും. പക്ഷെ രോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയല്ല. ഈ വൈറസ് ശരീരത്തിൽ വന്ന് നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിംറ്റംസുകൾ പുറത്തു വരുന്നതും ഞാനൊരു രോഗിയാണെന്ന് സമൂഹം തിരിച്ചറിയുന്നത്. ഈ സിംറ്റംസുകൾ മാറി എന്ന് പറഞ്ഞ് COVID-19 തീരുന്നില്ല. കഴിഞ്ഞ കാലത്തിലെ ആ വൈറസ് എന്റെ ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം. അത് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹം ഒരു കോവിഡ് പേഷ്യന്റ് എന്നൊന്നും ആരും പറയത്തില്ല. പക്ഷേ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാൽ, അറിഞ്ഞോ അറിയാതെയോ വിശപ്പിന് വേണ്ടിയായിരിക്കാം, ഒരു മോഷണം നടത്തിപ്പോയി. പിന്നെ അവൻ എത്ര നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും അവൻ പിന്നെ അറിയപ്പെടുന്നത് അവന്റെ ഭൂതകാലത്തിന്റെ, കഴിഞ്ഞ കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇറാൻ അമേരിക്കൻ ഓതറായ അസർ നാബ്സിയുടെ ഈ ശക്തമായ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കുന്നത്. The greatest healing would be to wipe out the past. ഏറ്റവും വലിയ സൗഖ്യം ഭൂതകാലത്തെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷെ നിർഭാഗ്യകരം, ഇന്നും മനുഷ്യൻ അറിയപ്പെടുന്നത് ഭൂതകാലത്തിന്റെ ആ അനുഭവത്തിൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആമുഖത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഒരു മനുഷ്യന് രോഗസൗഖ്യം കൊടുക്കാൻ കഴിയും, ഒരു മനുഷ്യന് രോഗം വരുത്താനും കഴിയും. ഈ രണ്ട് കഴിവും മനുഷ്യനുണ്ട്. വചനധ്യാനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഹീലിംഗ് ഇൻ സിക്നസ് എന്ന വചനധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മനുഷ്യന് ഒരു സമൂഹത്തെ രോഗാവസ്ഥയിലേക്ക് നയിക്കാം. അതുപോലെ ആ മനുഷ്യന് തന്നെ രോഗസൗഖ്യം, രോഗശാന്തി നൽകാനും കഴിയും. രോഗശാന്തി കൊടുക്കാനാണ് ഞാൻ തയ്യാറെങ്കിൽ എന്നിൽ ഉണ്ടാകേണ്ട ആത്മീയ 3 ഗുണങ്ങൾ ഇന്നത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ധ്യാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഹോളിസ്റ്റിക് ഹീലിംഗ് ഈസ് റിവീൽഡ് ത്രൂ മൈ ട്രാൻസ്ഫർമേഷൻ. സമഗ്രമായ രോഗസൗഖ്യം വെളിപ്പെടുന്നത് എന്റെ രൂപാന്തരത്തിലൂടെ. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ വായിക്കുമ്പോൾ മോശയും ദൈവവുമായുള്ള സംഭാഷണമാണ്. ഇസ്രായേൽ ജനത മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. അവരുടെ നിലവിളി കേട്ട് ദൈവം അവരെ വിടുവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മോശയെ അതിലേക്ക് വേണ്ടി നിയോഗിക്കുന്നതാണ് ഈ ഭാഗം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം: മോശ യഹോവയോട്, കർത്താവേ, മുൻപ് തന്നെയും നീ അടിയരോട് സംസാരിച്ചതിന് ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. മോശയുടെ കുറവ് പറയുകയാണ്. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി മോശയെ ദൈവം നിയോഗിക്കുമ്പോൾ മോശയ്ക്ക് തന്നിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലെന്നേ. മോശ പറയുകയാണ്, ഞാൻ വിക്കനാണ്, ഞാൻ അത്ര സമർത്ഥനൊന്നും അല്ല, തടിച്ച നാവുള്ളവനാണ്. ദൈവത്തിന് മോശയിൽ ഒരു വിശ്വാസമുണ്ട്, പക്ഷേ മോശയ്ക്ക് മോശയുടെ മേൽ ഒരു വിശ്വാസവും ഇല്ല.
11-ാം വാക്യത്തിൽ, 4-ാം അധ്യായം 11-ാം വാക്യം, അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. അതിന് മോശ വീണ്ടും പറയുകയാണ്, ഞാൻ കഴിവുള്ളവനല്ല. ദൈവം പറയുന്നു, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശിച്ചു തരും എന്നും അരുളി ചെയ്തു. 13-ാം വാക്യത്തിൽ മോശ വീണ്ടും പറയുകയാണ്, കർത്താവേ, എന്നെ കൊണ്ട് കഴിയത്തില്ല, നീ മറ്റാരെയെങ്കിലും അയക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഒരു രൂപാന്തരം ഉണ്ടായാൽ മാത്രമേ സമഗ്രമായ ഒരു സൗഖ്യം വെളിപ്പെടുത്തുള്ളൂ. മനുഷ്യനെന്ന് പറഞ്ഞാൽ പരിമിതികളുള്ളവനാണ്. നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്, നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന്. നാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മിൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്ത കഴിവുകളാണ്. തൊഴിലടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിക് പണി ചെയ്യുന്ന ഒരാളുണ്ട്, മേസ്തിരി പണി ചെയ്യുന്ന ഒരാളുണ്ട്, ആശാരി പണി ചെയ്യുന്ന മറ്റൊരാളുണ്ട്. തൊഴിലുകൾ വ്യത്യസ്തമാണ്. പക്ഷെ ഈ 3 പേര് ഒരുമിച്ച് ചേരുമ്പോൾ മനോഹരമായ ഒരു കെട്ടിടം പൂർത്തിയാകും. അപ്പൊ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ല, എല്ലാവരും ഒരുപോലെ അല്ല. പരിധികളും പരിമിതികളും മനുഷ്യന്റെ ജീവിത സ്വഭാവം തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ പരിധികളുടെയും പരിമിതികളുടെയും നടുവിൽ ദൈവം പറയുന്നു, നീ ശക്തനാണ്, നിന്നെ കൊണ്ട് കഴിയും, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും, നിനക്ക് ചെയ്യാൻ കഴിയും. ആ സമയത്ത് മോശയെ പോലെ പലപ്പോഴും ഞാനും നിങ്ങളും പറയുകയാണ്, കഴിയത്തില്ല കർത്താവേ, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല കർത്താവേ, എന്റെ കുറവുകൾ നിനക്കറിയാമോ, ഞാൻ വിക്കനാണ്, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, നീ മറ്റാരെങ്കിലും അയക്ക്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയമുണ്ട്. എന്റെ ജീവിതത്തിന്റെ തടസ്സം മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴും പലരെയും പഴിചാരാറുണ്ട്. അവനൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ. എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ തടസ്സം ഞാൻ തന്നെയാണ്. ഇവിടെ ഞാനൊരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്നെ ഒന്ന് അതിജീവിച്ചാൽ, എന്റെ ചിന്തകളെ, എന്റെ പരിമിതികളെ ദൈവത്തിന്റെ കൈപിടിച്ച് ഞാൻ എന്റെ ചിന്തകളെ ഒന്ന് അതിജീവിച്ചാൽ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അതിന് യാതൊരു സംശയമില്ല. തിമോത്തി മില്ലർ എന്ന് പറയുന്ന അമേരിക്കൻ ബുദ്ധിസ്റ്റ് ഓതറിന്റെ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: യു കനോട്ട് കാം ദ സ്റ്റോം. നിങ്ങൾക്കൊരിക്കലും കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഒരു മനുഷ്യനെ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ഒരു മനുഷ്യനും കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. പക്ഷേ ബട്ട് യു ക്യാൻ കാം യുവർ സെൽഫ്. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ശാന്തമാക്കാൻ കഴിയും. ദ സ്റ്റോം വിൽ പാസ്. ഈ സമയത്ത് നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, കൊടുങ്കാറ്റ് താനെ മാറിപ്പോകും. നിശബ്ദനായിരിക്കാൻ കഴിയുമോ? ഇവിടെയാണ് ചോദ്യം. നിനക്ക് നിന്നിൽ ഒരു രൂപാന്തരം വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ നിശബ്ദനായിരിക്കെ. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഒന്ന് വിധേയപ്പെട്. ദൈവത്തിന്റെ സ്വരത്തിന് മുൻപിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. എന്റെ തമ്പുരാനെ, ഞാൻ നിന്റെ സന്നിധിയിൽ ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രാർത്ഥനയോടുകൂടെ സമ്മതിച്ചു കൊടുക്കുക. The holistic healing is revealed through my transformation. എന്റെ രൂപാന്തരത്തിലൂടെ പൂർണ്ണമായ ഒരു സൗഖ്യം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പരിമിതികളും പരിധികളും ഉള്ളവനായ മനുഷ്യൻ ആ പരിമിതികളെയും പരിധികളെയും ഓർത്ത് ദുഃഖിക്കാതെ, നിരാശപ്പെടാതെ, ദൈവം എനിക്കും നിനക്കും തന്ന ആയുസ്സിന്റെ നാളുകൾ വിളിച്ച വിളിക്ക് പ്രാർത്ഥനയോടുകൂടെ ശരീരത്തെ രൂപപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ
നമ്മൾ വിജയിക്കും. ഈ സമൂഹത്തിൽ രോഗസൗഖ്യം ഉണ്ടാകും. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴും മോശയെ പോലെ നമ്മൾ നമ്മുടെ കുറവുകളെയൊക്കെ പറഞ്ഞ് നീ മറ്റാരെങ്കിലും ആയിരിക്കും കർത്താവേ, എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവേ, ഈ ചുമടൊന്നും എടുക്കാൻ എനിക്ക് അറിയത്തില്ല കർത്താവേ. അതല്ല പറയേണ്ടത്. നീ എന്നെ വിളിച്ചെങ്കിൽ, നീ എന്നെ നിർത്തിയെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോഴാണ് സമഗ്രമായ സൗഖ്യം വെളിപ്പെടുന്നത്. രണ്ടാമത്തേത്, ഹോളിസ്റ്റിക് ഹീലിംഗ് ഈസ് റിവീൽഡ് ത്രൂ മൈ സൊസൈറ്റി ട്രാൻസ്ഫർമേഷൻ. എന്റെ സമൂഹത്തിന്റെ രൂപാന്തരത്തിലൂടെ ഒരു സമഗ്രമായ സൗഖ്യം വ്യാപരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നു. അവന്റെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുകയാണ്, റബി, ഇവൻ കുരുടനായി പിറത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ? യേശു അതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇവിടെ ആർക്കാണ് ശരിക്കും രോഗം? ഒരുപക്ഷെ ഒറ്റ വായനയിൽ നമുക്ക് തോന്നും ഇവിടെ രോഗം പിടിച്ചിരിക്കുന്നത് കുരുടനായ മനുഷ്യനാണെന്ന് ഒറ്റ വായനയിൽ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും ഇവിടെ രോഗിയായിരിക്കുന്നത് ആ കുരുട് പ്രാപിച്ച മനുഷ്യനല്ല. ശരിക്കും ഇവിടെ രോഗി സമൂഹമാണ്. സമൂഹത്തിന്റെ 2 രോഗങ്ങളെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്ന്, ഒരു മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ് അവൻ ഈ ഗതി വന്നതെന്ന് ചിന്തിച്ചിരുന്ന അന്ധത പിടിച്ച ഒരു സമൂഹം. ശരിക്കും കുരുടൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ സമൂഹമാണ്. അവൻ പറയുകയാണ്, ഇവന്റെ അപ്പനും അമ്മയും ചെയ്ത പാപം കൊണ്ടാണോ ഇവൻ ഇങ്ങനെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടായത്? നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ, അവന്റെ പ്രവൃത്തിയാ. ഒരു മനുഷ്യൻ ഒരു രോഗത്തിൽ വീഴുമ്പോൾ, ഒരു മനുഷ്യൻ ഒരു വേദനയിൽ വീഴുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ ചില വാക്കുകൾ പറയും. ആ വാക്കുകൾ അവൻ എന്തുമാത്രം വേദനിപ്പിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ വാക്കുകൾ പറയാനും വേദനിപ്പിക്കാനും മനുഷ്യനുള്ളതുപോലെ കഴിവ് മറ്റു ഒരു ജന്തുക്കൾക്കുമില്ല പ്രിയപ്പെട്ടവരെ. നിശബ്ദമായി വധിക്കാൻ, ശബ്ദം കൊണ്ട് വധിക്കാൻ അത് മനുഷ്യന് മാത്രമേ ആ കഴിവുള്ളൂ. ആര് ചെയ്ത തെറ്റ് കർമ്മഫലം എന്ന് പറയും. അതൊരു ഹൈന്ദവ തത്വശാസ്ത്രത്തിന്റെ ഭാഗമാണ്. കർമ്മഫലം, അവനവൻ ചെയ്യുന്ന പ്രവൃത്തി അവനവൻ തന്നെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു സിദ്ധാന്തം. പക്ഷേ ക്രിസ്തീയ അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കാൽവരി ക്രൂശിലെ രക്തം എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി തീരുകയാണ്. അപ്പോൾ സമൂഹത്തിൽ പിടിച്ച ഒന്നാമത്തെ അന്ധത, അതവൻ പാപം ചെയ്തിട്ടാ. അവൻ കുരുടനായി ജീവിക്കുന്നത് അവൻ പാപം ചെയ്തിട്ടാ. ഈ അന്ധത, ഈ രോഗത്തെ യേശു മാറ്റി. രണ്ടാമത്തേത് പൈശാചിക ബന്ധനം. അതായത് ആ കാലഘട്ടത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഒരു മനുഷ്യന്റെ കാഴ്ച നഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കറിയാമല്ലോ, വെളിച്ചം ദൈവമാണ്. അത് ഹൈന്ദവ സങ്കല്പത്തിലും എല്ലാ മതങ്ങളിലും വെളിച്ചം ദൈവമാണ്. ഒരു മനുഷ്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനിൽ ദൈവമില്ലെന്നാണ്. അവനിൽ ദൈവമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പിശാചിന് അടിമയെന്നാണ്. അപ്പോൾ അന്നത്തെ സൊസൈറ്റി ചിന്തിച്ചിരുന്നത് ഇവൻ ദൈവമില്ലാത്തവൻ, അതുകൊണ്ട് അവന്റെ കണ്ണ് കുരുടായി പോയത്. ശരിക്കും കുരുട് ഇത് പറഞ്ഞ സമൂഹത്തിനല്ലേ? പൈശാചിക ബന്ധനം. ഒരു മനുഷ്യന്റെ പരിമിതിയിൽ മറ്റു മനുഷ്യർ, സമൂഹം ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ഇത് കർമ്മഫലം, ഇത് പൈശാചിക ബന്ധനം. മൂന്നാമത്തേത്, അന്നൊരു ധാരണയുണ്ടായിരുന്നു, കാഴ്ച കൊടുക്കുന്നത് തീയാണ്. ഒരു ഗ്രീക്ക് ഫിലോസഫിയാണ് കേട്ടോ. കാഴ്ച കൊടുക്കുന്നത് തീയുടെ ദേവനാണ്. കേൾവി കൊടുക്കുന്നത് വായു ഭഗവാൻ എന്നൊക്കെ പറയത്തില്ലേ, വായു കാറ്റിന്റെ ദേവനാണ്.
ഇപ്പൊ കേൾവി കാറ്റിലൂടെയും കാഴ്ചത്തീയിലൂടെയും. അപ്പൊ ഒരു മനുഷ്യന് കാണണമെങ്കിൽ തീ വേണം, തീ ദൈവം പ്രസാദിക്കണം. കേൾക്കണമെങ്കിൽ കാറ്റിന്റെ ദേവൻ പ്രസാദിക്കണം. ഇവിടെയാണ് സമൂഹത്തിന്റെ അന്ധത യേശു മാറ്റുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞിട്ട് 9-ാം അധ്യായം 6-ാം വാക്യം, വിശുദ്ധ യോഹന്നാൻ 9-ാം അധ്യായം 6-ാം വാക്യം, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അന്നത്തെ ആ സമൂഹത്തിന്റെ രോഗം മാറ്റാനാ. കാറ്റിനൊരു ദേവൻ, തീക്കൊരു ദേവൻ, ഈ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടി എന്റെ തമ്പുരാൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് കണ്ണിൽ പുരട്ടി. അപ്പൊ തീയുടെ ദേവനാണല്ലോ കാഴ്ച കൊടുക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു, നീ ശീലോഹാം കുളത്തിൽ പോയി തീക്ക് എന്താണോ ഓപ്പോസിറ്റ്, വെള്ളം, വെള്ളത്തിൽ കഴുക്. അവന് കാഴ്ച കിട്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ സമൂഹം എല്ലാവരും നോക്കിയത് പിറവിയിൽ കുരുടനായ മനുഷ്യൻ. ശരിക്കും കുരുട് അവനല്ല, സൊസൈറ്റിക്കാണ് കുരുട്. നമ്മുടെ സമൂഹത്തിന് ചില കുരുടുണ്ട്. ഈ ചില മനുഷ്യർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥനയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മക്കളില്ല, 15 വർഷമായി, 20 വർഷമായി മക്കളില്ല. അവർക്ക് സമൂഹത്തിന്റെ പുറത്തിറങ്ങാൻ ഒരു പേടിയുണ്ട്. പേടി മറ്റൊന്നുമല്ല, ആരെങ്കിലും കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. എത്ര പേര് ഈ ചോദ്യം പേടിച്ചിട്ട് പള്ളിയിൽ വരുന്നില്ലെന്നറിയോ? സഭയിൽ ആള് കുറഞ്ഞു പോയി, ഉത്തരവാദി ആരാ? നമ്മൾ പരസ്പരം ചിന്തിക്കണേ. സൊസൈറ്റിക്ക് ഇതുപോലെ ചില രോഗമുണ്ട്. സൊസൈറ്റിയുടെ ഈ രോഗം മാറാതെ സമൂഹത്തിന് പൂർണ്ണമായ ഒരു വിടുതൽ ലഭ്യമാകത്തേയില്ല. The holistic healing revealed through my society transformation. ലൂയിസ് ഹേ എന്ന് പറയുന്ന അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ, റൈറ്റർ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ: നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ഓരോ മനുഷ്യനോടും പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം, ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾക്ക് ലോകത്തിന്റെ സ്ഥാനത്തെ തിരിച്ചുവിടുക. അതായത് എന്റെ നോട്ടം, എന്റെ ചിന്തകൾ, എന്റെ രീതികൾ, എന്റെ പ്രവർത്തികൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇപ്പൊ പോകുന്ന പോക്ക് ശരിയല്ല. ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന പാതയിൽ സഞ്ചരിക്കാനേ പാടില്ല. ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ പറയരുത്. മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കുക. അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സൗഖ്യം. ഒരുപക്ഷെ അവർക്ക് ആശ്വാസമാകാനൊന്നും കഴിയത്തില്ല, പക്ഷെ അവനെ വേദനിപ്പിക്കാതിരിക്കുക. ഒന്ന്, എന്റെ രൂപാന്തരം; 2, സമൂഹത്തിന്റെ രൂപാന്തരം. ഇത് രണ്ടും സംഭവിക്കാതെ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ഒരിക്കലും സംഭവിക്കത്തേയില്ല. 3, the holistic healing revealed through understanding God's will. ദൈവഹിതം മനസ്സിലാക്കുന്നതിലൂടെ സമഗ്രമായ സൗഖ്യം വ്യാപരിക്കുന്നു. ദൈവഹിതം മനസ്സിലാക്കണം. നമ്മളെല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടല്ലേ? ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന ഒന്നാണ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക. ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഇഷ്ടം. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് നീങ്ങിപ്പോകാൻ 3 വട്ടം പ്രാർത്ഥിച്ചു പോലും. 9-ാം വാക്യത്തിൽ എന്റെ കൃപ നിനക്ക് മതിയെന്നുള്ള ദൈവത്തിന്റെ ശബ്ദം അവിടെ പൗലോസ് അപ്പോസ്തലനെ ശക്തീകരിക്കുന്നു. ഇന്ന് വിശുദ്ധ പൗലോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ
പൗലോസിനെ അലട്ടിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാം വാക്യം. അവന്റെ ലേഖനങ്ങൾ, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ വാക്കാണ്, അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ. അവന്റെ എഴുത്തെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഗ്രീക്ക് ഫിലോസഫി, എല്ലാ ഫിലോസഫികളും കൂടെ ചേർത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ എല്ലാ പഠനങ്ങളുമുണ്ട്. യഹൂദ പാരമ്പര്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. റോമൻ പൗരനാണ്. അപ്പോൾ അവന്റെ എഴുത്ത് ഘനമുള്ളതാണ്, ഊറ്റമുള്ളതാണ്, ഭയങ്കരമാണ്. ശരീരസന്നിധിയോ ശാരീരികമായിട്ട് ബലഹീനം, വാക്ക് നിന്ദ്യം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ 2 കുറവുകൾ പറയുന്നുണ്ട്. ശരീരം ബലഹീനം, വാക്ക് നിന്ദ്യം. ഈ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതം. ഈ പൗലോസ് അപ്പോസ്തലന്റെ ശരീര പ്രകൃതത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നന്നായിട്ട് പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. വികൃതമായൊരു രൂപം എന്നാ പറയുന്നത്. കൂനുള്ള, നേരെ നടക്കാൻ പറ്റാത്ത, മുടന്തുള്ള, ഇങ്ങനെ വൈകല്യം പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. വൈകല്യം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ ഈ വേദ പഠന സമയത്തൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ ഞങ്ങളുടെ മുൻപിൽ നിരത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോ ഈ ശരീര പ്രകൃതം വളരെയധികം വേദനിപ്പിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോ ഒരു വൈകല്യമുള്ളൊരു മനുഷ്യൻ സുവിശേഷം പറയുമ്പോൾ പിന്നെ അദ്ദേഹം അനേകം കൂന് പിടിച്ചവനെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കൂന് മാറ്റാൻ ഇങ്ങനെ നമ്മളൊക്കെ പറയത്തില്ലേ? പ്രിയപ്പെട്ടവർ, അങ്ങനെ വൈകല്യം പിടിച്ചൊരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന. അപ്പോ ശാരീരികമായി തടന്നുപോയ മനുഷ്യൻ. 2, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു. ആ ശൂലം ഒരു രോഗമാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ഒരു വേദനയാണെന്ന് പറയുന്നു. അപ്പോ ശരീരം ബലഹീനം, അതിന്റെ പുറമെ അദ്ദേഹത്തെ അലട്ടുന്ന ഒരു പ്രതിസന്ധി. ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയാമോ? പരിഹാസം. വരണവരും പോണവരെല്ലാം കണ്ടില്ലേ? അവന്റെ എഴുത്തൊക്കെ ഭയങ്കരമാണ്, പക്ഷെ അവന്റെ ശരീരമോ, അവന്റെ വാക്കുകളോ, നല്ല 2 വാക്ക് പറയാൻ കഴിവില്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിവില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമൂഹം തള്ളിക്കളഞ്ഞ, പരിഹസിച്ച് ഉപേക്ഷിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ വിളിക്കുന്നത് വിശുദ്ധ പൗലോസ്. ഈ സത്യം എന്ന് നിനക്ക് ബോധമുണ്ടെങ്കിൽ നീ ആരോടും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ ഒന്നും തിരുത്താനൊന്നും പോണ്ട. നീ നിന്റെ വഴിക്ക് തന്നെ പോ. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ സത്യം തിരിച്ചറിയും. അതിന് ഏറ്റവും വലിയ തെളിവാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലനെ അന്നത്തെ നാട്ടുകാർ കളിയാക്കിയെങ്കിൽ ഇന്ന് ആകമാനം ജനം വിളിക്കുകയാണ് വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ്. സത്യത്തെ മറച്ചു വെക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ഈ ശരീരം പ്രശ്നമാണ്, ശൂലമുണ്ട്, പരിഹാസമുണ്ട്. ഇദ്ദേഹം എങ്ങനെ പിടിച്ചു നിന്നെന്ന് ചോദിച്ചാൽ ദൈവഹിതം അദ്ദേഹം മനസ്സിലാക്കി. അതാണ് ഇന്നത്തെ ലേഖന വേദഭാഗത്തിൽ പറയുന്നത്, വെളിപ്പാടിന്റെ ആധിക്യം എനിക്കുണ്ട്, അതിൽ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് തിയോളജിയൻ, ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട് കേട്ടോ: നിങ്ങൾക്ക് തിരികെ പോയി ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല. പറ്റുമോ? ഇപ്പൊ തുടങ്ങാം, അവസാനം നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തിലേക്ക് പോയി ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ മാറ്റി തുടങ്ങാം. അത് നിങ്ങളുടെ അവസാനം എങ്ങനെയെന്നുള്ളത് നിർണയിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, ഏതെങ്കിലും പ്രവൃത്തികൾ നീ ചെയ്തിട്ട് ആരെങ്കിലും നിന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? നീ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, നീ നിന്റെ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുള്ളവനാണ്. മാത്രമല്ല,
നീ നിന്റെ ജീവിതത്തോട് സത്യസന്ധത പുലർത്തുന്നവനാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ദൈവമുണ്ട് കൂടെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോ. നിനക്ക് ഈ സമൂഹത്തെ മാറ്റാൻ കഴിയും, ചേഞ്ച് ചെയ്യാൻ കഴിയും. സൗഖ്യദായക ഞായറിൽ ഞാൻ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്നത്തെ വചനധ്യാനം നമ്മെ സന്തോഷിപ്പിക്കട്ടെ. നമുക്ക് 3 വെളിപ്പെടൽ വേണം, വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒന്ന്, എന്റെ രൂപാന്തരം. മോശയുടെ ജീവിതമാണ് നമ്മൾ ചേർന്ന് പഠിച്ചു. എന്റെ രൂപാന്തരം. ദൈവത്തിന് എന്റെ മേൽ ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ എനിക്കുണ്ടോ അത്? 2, സൊസൈറ്റിയുടെ അന്ധത മാറണം. സൊസൈറ്റിയുടെ അന്ധത മാറാതെ ഹോളിസ്റ്റിക് ഹീലിംഗ് ഉണ്ടാകത്തേയില്ല. 3, ദൈവഹിതം മനസ്സിലാക്കാൻ കഴിയണം. അതിനെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആമേൻ, ആമേൻ.